അറിഞ്ഞില്ലേ നിങ്ങള്? ഞാൻ പ്രാഥമിക അംഗത്വം രാജിവെച്ചു. നീ അന്ന് നോവിച്ചു വിട്ടതൊരു പാമ്പിനെയാടാ. ഈ നാട്ടിൽ കോടതിയും നിയമവും സത്യവും ഒക്കെ ഉണ്ടല്ലോ. നിങ്ങളുടെ ഭ്രാന്ത് മാറിയതല്ലേ? പക്ഷെ നിങ്ങളടക്കമുള്ള മെയിൻ മീഡിയാസ് പോലും നിങ്ങളും അതിൽ ഉത്തരവാദികളാണ് എന്നത് ഞാൻ പറയുന്നു. ഉഗ്രകോപി തന്നെ. അതിന് മാധ്യമങ്ങൾക്കും ചെറുതല്ലാത്ത പങ്കുണ്ട്. അതായത് അവര് മുൻകൂട്ടി ഒരു അജണ്ടയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതെ, ഇവരാരൊക്കെയാണ്? അവരാരെങ്കിലും ആയിക്കോട്ടെ സാർ. അങ്ങനെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അയ്യോ അങ്ങനെ പറയരുത് പ്ലീസ്. അവരും ഞങ്ങളുമേ ഇന്നുണ്ടായിട്ടുള്ളൂ. സ്വാഭാവികം. മലയാള സിനിമയിൽ ഒരു കാലത്ത് സംവിധായകരെന്നൊക്കെ അവകാശപ്പെടുന്ന 2 യൂട്യൂബേഴ്സിനെതിരെയും ഞാൻ ഇൻഫോ പാർക്ക് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് പുതിയ പരാതി എഴുതിക്കോ. യാതൊരു നാട്ടിന് ലൈസൻസ് ഇല്ലാത്ത, ജീവിതത്തിൽ സത്യസന്ധത എന്ന വാക്കിന്റെ അർത്ഥം അറിയാത്ത ആ ബോർശ്രീയെ കുറിച്ച് സംസാരിക്കുന്നു. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. ഞങ്ങൾ കമ്മിറ്റി അംഗങ്ങൾ, ഞങ്ങളും അവർ എന്ന് പറയുന്നത് ബാക്കി മുഴുവൻ ബോഡിയും. ഓ മൈ ഗോഡ്. ഇപ്പൊ ശിക്ഷിക്കും കോടതി. അപ്പൊ നട്ടാ കുരുക്കാത്ത കള്ളം പറയുന്ന ഒരു സ്ത്രീയെ കുറിച്ച് നമ്മൾ എന്താ പറയാ? അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. എന്തിനാ നമ്മൾ ആവശ്യമില്ലാത്തതിലേക്ക് പോകുന്നത്? ഒന്ന് വിളിച്ചോണ്ട് പോടോ. അത് ചേച്ചിയുടെ വേർഷനാണ്. എനിക്ക് അങ്ങനെയൊന്നും പറയാനില്ല. അത് ഗൂഢാലോചന ഉണ്ടായിരുന്നൊന്നും അത് ശ്വേതയുടെ തന്നെ വെക്കണം. ഞങ്ങൾക്കറിയില്ല. അങ്ങനെ പറഞ്ഞാ അങ്ങനെ വിവരമില്ലായ്മയ്ക്ക് മറുപടി പറയാൻ എനിക്ക് താല്പര്യമില്ല. അഡ്വക്കറ്റ് രാജിവെച്ചോ? ആര്? ഞാൻ അറിഞ്ഞില്ല. ആഹാ. സാകളെ, കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ദിവിലെ ദപ്പുറത്ത് എല്ലാ വിരലുകളും